Next topic, directional derivative. Let pq equal to some del r, then limit delta r tends to 0, delta phi by delta r will be equal to some dou phi by dou r. This term dou phi by dou r is called the directional derivative of phi at any direction pq. For finding the directional derivative of a term, we need to find at first we need to find a unit vector in the direction of that given vector. So let n cap dash be a unit vector in the direction pq. Then dou phi by dou r will be equal to n cap dash into del phi. This is the directional derivative. To find the directional derivative of a function phi in the direction pq, it will be equal to the unit vector into gradient phi. That will be again equal to gradient magnitude of the gradient phi into cos theta. നമുക്ക് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള directional derivative calculate ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് dou phi by dou r equal to n cap dash into gradient phi. Okay, and if we need to find the gradient phi, the maximum rate of change of phi, it will be the gradient phi, and the magnitude of this maximum is the maximum of the gradient phi. So some cases നമുക്ക് directional derivative മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ directional derivativeൻ്റെ maximum കൂടി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ maximum value of the directional derivative എന്ന് പറയുന്നത് corresponding ആയിട്ടുള്ള gradient ഫംഗ്ഷൻ്റെ magnitude ആയിരിക്കും. അപ്പോൾ directional derivative കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് ആ directional derivativeൻ്റെ maximum rate എന്താണെന്നുള്ളത്, maximum value എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. Find the directional derivative of the function f equal to x square minus y square plus 2z square at the point 1, 2, 3 in the direction of the line PQ, where Q is the point 5, 0, 4. Okay, in what direction it will be maximum? Find also magnitude of this maximum. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫൈ എന്നുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എഫ് ആയിട്ട് എടുക്കേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ അറ്റ് ദി പോയിന്റ് 1, 2, 3. ആ പോയിന്റ് 1, 2, 3 എന്നുള്ള പോയിന്റിലുള്ള ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻ ദി ഡിറക്ഷൻ ഓഫ് ദി ലൈൻ പി ക്യു എന്നുള്ള ലൈനിൻ്റെ ഡിറക്ഷനിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡോ ഫൈ ബൈ ഡോ ആർ വിൽ ബി ഈക്വൽ ടു n cap dash into gradient phi. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് എഫും കാൽക്കുലേറ്റ് ചെയ്യണം, ആ പി ക്യു എന്നുള്ള ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്താണെന്നും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് ഫൈ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രേഡിയൻറ്റ് ഫൈക്ക് പകരം നമ്മളിവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഗ്രേഡിയൻറ്റ് എഫ്. സോ ബൈ ഡെഫിനിഷൻ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഇനി എഫ് എന്നുള്ളത് ഇവിടെ റീപ്ലേസ് ചെയ്തു. ദെൻ ദി ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2x. സോ 2x ആയി. ഇനി വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 2y ഇൻറ്റു ജെ പ്ലസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്ന് പറയുമ്പോൾ എന്തും 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x. അപ്പോൾ 2 ഇൻറ്റു 2z എന്ന് പറയുമ്പോൾ 4z എന്ന് വരും. അതാണ് ഇവിടെ 4zk എന്ന് വന്നേക്കുന്നത്. നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഫൈ ആണ് കിട്ടിയത്. സോ ഗ്രേഡിയൻറ്റ് ഫൈ അറ്റ് ദി പോയിന്റ് 1, 2, 3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഗ്രേഡിയൻറ്റ് എഫ് വിൽ ബി ഈക്വൽ ടു 2i മൈനസ് 4j പ്ലസ് 12k. ഇനി നമുക്ക് പി ക്യൂവിൻ്റെ ഡയറക്ഷൻ, പി ക്യൂ എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷനിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പി ക്യൂ എന്നുള്ളത് വെക്ടർ എന്താണെന്നുള്ളത് തന്നിട്ടില്ല. ആ പി ക്യൂ എന്നുള്ള ലൈനിലെ രണ്ട് പോയിന്റ്സ് പിയും ക്യൂ എന്താണെന്നുള്ളത് തന്നേക്കുന്നത്. അപ്പോൾ ആ പി ക്യൂ എന്നുള്ള വെക്ടർ എന്താണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പി ക്യൂ എന്നുള്ള വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഒ ക്യൂ മൈനസ് ഒ പി. അതാണ് പി ക്യൂ എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒ എന്ന് ഉദ്ദേശിക്കുന്നത് ഒറിജിൻ ആണ്. സോ ഒ ക്യൂ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ പോയിൻ്റാണ് 5, 0, 4 എന്നുള്ളത്.
അതുപോലെ പിയുടെ പോയിൻ്റാണ് 1 2 3. ഓക്കെ, അപ്പോൾ പി എന്നുള്ളതിന് 1 2 3. പി എന്നുള്ളത് 1 2 3 എന്നും ക്യൂ എന്നുള്ളത് 5 0 4 എടുത്തിട്ടുണ്ടെങ്കിൽ ഒ പി, ആ ഒ പി എന്നുള്ള വെക്ടറിനെയാണ് ഇവിടെ വെക്ടർ എ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പി ക്യൂ എന്നുള്ള വെക്ടറെയാണ് നമ്മൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഒ ക്യൂ എന്നുള്ളത് വിൽ ബി ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയിരിക്കും. ഇതാണത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. ഒ ക്യൂ വിൽ ബി ഈക്വൽ ടു ഒ പി പ്ലസ് പി ക്യൂ, ദസ് പി ക്യൂ വിൽ ബി ഈക്വൽ ടു ഒ ക്യൂ മൈനസ് ഒ പി. ഓക്കെ, സോ ഒ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ഒ ക്യൂ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പോൾ 5i പ്ലസ് 4k എന്ന് വരും. ഇനി പി ഒ പി എന്നുള്ളത് എന്ത് വരും? i പ്ലസ് 2j പ്ലസ് 3k. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പി ക്യൂ എന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4i മൈനസ് 2j പ്ലസ് k എന്നുള്ളതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടറിൻ്റെ ഒ പി ക്യൂ എന്നുള്ള വെക്ടറിൻ്റെ ഇക്വേഷൻ. ഇനി ഇതെല്ലാം മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പി ക്യൂ എന്നുള്ള വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്യൂവിൻ്റെ പോയിന്റ്സിൽ നിന്ന് ഇപ്പോൾ 5 0 4 എന്നുള്ള പോയിന്റ്സിൽ നിന്ന് പിയുടെ പോയിന്റ്സ് മൈനസ് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് വെക്ടേഴ്സ് അതിനൊരു വെക്ടർ ഫോമാറ്റിലോട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ 5 മൈനസ് 1 എന്ന് പറയുന്നത് 4i പ്ലസ് 0 മൈനസ് 2 മൈനസ് 2j പ്ലസ് 4 മൈനസ് 3 1k. അതാണ് 4i പ്ലസ് മൈനസ് 2j പ്ലസ് k. അപ്പോൾ ഇത് ഫോർമുല എന്നുള്ള രീതിയിൽ ഇത് ഓർക്കണമെങ്കിൽ ഓർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടെർമിനൽ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വെക്ടറിൻ്റെ കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പി ക്യൂ എന്നുള്ള വെക്ടറാണ് 4i മൈനസ് 2j പ്ലസ് k എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ് n cap be the unit vector in the direction of pq. then n cap എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ വി ഗെറ്റ് 4i മൈനസ് 2j പ്ലസ് k ബൈ റൂട്ട് ഓഫ് 21. നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദി ഡയറക്ഷൻ പി ക്യൂ എന്ന് പറയുന്നത് എന്താ? ഗ്രേഡിയൻറ്റ് എഫ് ഡോട്ട് എൻ ക്യാപ്പ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് എഫ് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് എഫും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അത് തമ്മിലൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4/3 ഇൻറ്റു റൂട്ട് 21 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഫോർ ദി ഗിവൻ ഫംഗ്ഷൻ എഫ് ഇൻ ദി ഡയറക്ഷൻ പി ക്യൂ. നമുക്ക് ഇതിൻ്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുലയിൽ നോക്കിയപ്പോൾ maximum value of maximum value of the function f will be the magnitude of its gradient phi. അപ്പോൾ ഗ്രേഡിയൻറ്റ് എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ എന്താണെന്ന് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ദി മാക്സിമം ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി നോർമൽ ടു ദി ഗിവൻ സർഫസ് ദാറ്റ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻറ്റ് ഫൈ വിൽ ബി ഈക്വൽ ടു 2i minus 4j plus 12k. So the maximum value of the directional derivative will be equal to the magnitude of the gradient phi. So magnitude of gradient phi എന്ന് പറയുമ്പോൾ എന്ത് വരും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 12 സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 164. അതിനെ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 റൂട്ട് 41 എന്ന് വരും. അതായത് 164 നമുക്ക് 4 ഇൻറ്റു 41 എന്ന് കൊടുക്കാം. അതാണ് 2 റൂട്ട് 41 എന്ന് പറയുന്നത്. സോ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2 റൂട്ട് 41. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറക്ഷണൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then next problem, find the angle between the surfaces x square plus y square plus z square equal to 9 and z equal to x square plus y square minus 3 at the point 2 minus 1 2. അപ്പോൾ രണ്ട് സർഫസസ് വന്നിട്ടുണ്ട്. ഈ സർഫസസ് തമ്മിലുള്ള ആംഗിൾ അറ്റ് ദി പോയിന്റ് 2 minus 1 2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So the angle between two surfaces at a point is the angle between the normal to the surfaces at the point. അപ്പോൾ നമുക്ക് രണ്ട് സർഫസസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാന്ന് പറയുന്നത് will be equal to the angle between the നോർമൽസ് തമ്മിലുള്ള ആംഗിളിനോട് ഈക്വലൻ്റ് ആയിരിക്കും at that given point. സോ ഈ രണ്ട് സർഫസുകളെയും ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് സർഫസിനെ നമ്മൾ φ1 ആയിട്ട് ഡിനോട്ട് ചെയ്യണം. ലെറ്റ് φ1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
plus z square equal to 9 and let phi 2 equal to ഇവിടെ ഈ മൈനസ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 3 എന്നുള്ളതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. ഇസഡിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, 3നെ ലെഫ്റ്റ് സൈഡിലോട്ടും കൊടുത്തു. സോ ഫൈ 2 വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈക്വൽ ടു 3. എൻ്റെ ഈ 3യും ഇസഡും തമ്മിൽ കൺഫ്യൂഷൻ ആവേണ്ട. ഇസഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ലെങ്ത് കൂടുതലുണ്ടാകും, 3 എന്ന് പറയുന്നത് ഇതാണ്. Then we need to find the gradient of that phi 1 and phi 2. അപ്പോൾ gradient phi 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യം x സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, then y സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു y, then z സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു z ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2xi പ്ലസ് 2yj പ്ലസ് 2zk എന്ന് കിട്ടും gradient phi. Similarly gradient phi 2 will be equal to 2xi പ്ലസ് 2yj മൈനസ് k എന്ന് വന്നു. ഇനി ആ ഗ്രേഡിയൻറ്റ് ഫൈ 1നെ നമ്മൾ n1 എന്നുള്ള വെക്ടറായിട്ട് ഡിനോട്ട് ചെയ്യണം. അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 2. ഓക്കെ, അപ്പോൾ ആ n1 എന്നുള്ള വെക്ടർ എന്ത് വരും? ഗ്രേഡിയൻറ്റ് ഫൈ അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 2നെയാണ് നമ്മൾ n1 എന്നുള്ള വെക്ടറായിട്ട് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ എക്സിനും വൈക്കും ഇസഡിനും എന്ത് വാല്യൂസ് കൊടുക്കുക? 2 മൈനസ് 1 2 എന്ന് കൊടുക്കുക. സോ n1 വെക്ടർ വിൽ ബി ഈക്വൽ ടു 4i മൈനസ് 2j പ്ലസ് 4k. Similarly, let n2 be the gradient phi 2 at the point 2 minus 1 2. So x equal to 2, y equal to minus 1 and k equal z equal to 2. ഇപ്പോൾ ഇവിടെ സെൻറ്ററിലെ ടേം ഇല്ല, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. സോ ആ n2 എന്നുള്ള വെക്ടർ എന്ത് വരും? 4i മൈനസ് 2j മൈനസ് k എന്ന് കിട്ടും. ഓക്കെ, n1 എന്നുള്ള വെക്ടറിനെ നമ്മൾ ഗ്രേഡിയൻറ്റ് ഫൈയിലെ ഗ്രേഡിയൻറ്റ് ഫൈ 1ൻ്റെ വാല്യൂ അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 2 ആയിട്ടും എടുത്തു. n2 എന്നുള്ളതിന് ഗ്രേഡിയൻറ്റ് ഫൈ 2ൻ്റെ വാല്യൂ അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 2 ആയിട്ട് എടുത്തു. Then the vectors n1 and n2 are along normal to surfaces at the point 2 minus 1 2. So the angle between these two vectors will be equal to cos theta equal to n1 vector n1 dot vector n2 by magnitude of those vectors. Magnitude of n1 into magnitude of n2. So n1 dot n2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 into 4 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു മൈനസ് 1. അതുപോലെ തന്നെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16/6 ഇൻറ്റു റൂട്ട് 21 എന്ന് വരും. ഇതൊന്നും സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ കോസ് തീറ്റ ഇപ്പോൾ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ ആണ് 16/6 ഓഫ് റൂട്ട് 21 എന്ന് കിട്ടി. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് ആണ്. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എടുത്താൽ മതി. കോസ് ഇൻവേഴ്സ് ഓഫ് 16/6 റൂട്ട് 21 എന്ന് പറയുന്നതാണ് ആംഗിൾ ബിറ്റ്വീൻ ദി ടു സർഫസസ്. അപ്പോൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തമ്മിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എടുത്താൽ മതി ഫോർ ഫൈൻഡിങ് ദി ആംഗിൾ ബിറ്റ്വീൻ സർഫസസ്. Next problem, find the directional derivative of the function f equal to xy square plus yz square at the point 2 minus 1 1 in the direction of the vector I plus 2j plus 2k. Here we have given the direction vector directly, so we can find the directional derivative of the given function f as first we need to find the gradient f. Gradient f will be equal to I into dou by dou f plus j into dou by dou y plus k into dou by dou z of the function f, that is xy square plus yz cube. So if we are differentiating this function f with respect to x, y and z, we get gradient f to be as y square I plus 2xy plus z cube j plus 3yz square k. അതായത് ഫസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എക്സിൻ്റെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വൈ സ്ക്വയർ എന്നുള്ളതിന് അതുപോലെ തന്നെ എഴുതാം, വൈ സ്ക്വയർ ഐ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഇവിടെ രണ്ട് ടേമിലുണ്ട്. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y ഇൻറ്റു എക്സ് എന്നും കൂടി ഉള്ളത് വരും. അപ്പോൾ 2xy പ്ലസ് ഇവിടെ എന്ത് വരും? വൈയുടെ ഡെറിവേറ്റീവ് 1 വിത്ത് റെസ്പെക്ട് ടു വൈ, ഇസഡ് ക്യൂബ് എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇസഡ് സ്ക്വയർ ഇസഡ് ക്യൂബ് ഇൻറ്റു 1. അപ്പോൾ 2xy പ്ലസ് വൈ ഇസഡ് ക്യൂബ് ഇൻറ്റു ജെ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3z സ്ക്വയർ ഇൻറ്റു വൈ. അപ്പോൾ 3yz സ്ക്വയർ കെ. ഇനി അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 1ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഫൈ അറ്റ് ദി പോയിൻറ്റ് 2 മൈനസ് 1 1 എന്നുള്ളത്
എക്സിനും വൈക്കും ഇസഡിനും 2 - 1 1 എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് I - 3j - 3k എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ directional derivative in the direction of the vector I plus 2j plus 2k ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ let n cap be the unit vector in the direction I plus 2j plus 2k. Then n cap will be equal to vector by its magnitude. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ I plus 2j plus 2k എന്ന് കിട്ടും by 3 മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എൻ ക്യാപ്പ് എന്നുള്ള വെക്ടർ കിട്ടി. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗ്രേഡിയൻറ്റ് എഫ് ഇൻറ്റു എൻ ക്യാപ്പ് ചെയ്യുക. ഗ്രേഡിയൻറ്റ് എഫ് ഇൻറ്റു എൻ ക്യാപ്പ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -11/3 എന്ന് കിട്ടും. സോ സിമ്പിളായിട്ട് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫോർ എ ഗിവൺ ഫംഗ്ഷൻ ഇൻ ദി ഗിവൺ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ലൈക്ക് ദിസ്.